ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. വയനാടിനെ ഒപ്പം ചേർത്ത് പ്രതീക്ഷയോടെ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളം. രാജ്യം ഇന്ന് ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നു. ഔദ്യോഗിക ഭാഷ വജ്രജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി. AKG ഭവനിൽ പൊതുദർശനം തുടരുന്നു. കോഴിക്കോട് ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ISL ഫുട്ബോളിലും കേരള ക്രിക്കറ്റ് ലീഗിലും ഇന്ന് 2 മത്സരങ്ങൾ വീതം. വാർത്തകൾ വിശദമായി. സമഭാവനയുടെ സന്ദേശവുമായി ഇന്ന് ഒന്നാം ഓണം. നാളെ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിനിടയിലാണ് ഇക്കുറി ഓണമെന്നതിനാൽ ആഘോഷങ്ങൾക്ക് പൊലിമ കുറവാണെങ്കിലും അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും നാടും നഗരവും ഓണത്തിരക്കിലാണ്. ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ വിപണിയെ വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ഉൾപ്പെടെ എല്ലാ വിൽപ്പനശാലകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈയും ചൂരൽമലയും. സർക്കാരും പൊതുജനങ്ങളും ഇവിടത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഈ വർഷം ഓണം ആഘോഷിക്കുന്നത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് ഉൾപ്പെടെ വിതരണം ചെയ്തിരുന്നു. തലസ്ഥാന നഗരി ഉത്രാടപ്പാച്ചിലാണ്. പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനുമായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒഴുകിയിറങ്ങിയതോടെ തിരുവനന്തപുരം നഗരത്തിലെ കമ്പോളങ്ങളും വീഥികളും നിറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷമില്ലെങ്കിലും വിപണിയിലെ തിരക്കിനെ അതൊന്നും ബാധിച്ചിട്ടില്ല. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയാണ് ഓണക്കച്ചവടത്തിൽ മുൻപന്തിയിൽ. കിഴക്കേക്കോട്ട, ചാല എന്നിവിടങ്ങളിലാണ് ഓണത്തിരക്ക് കൂടുതലും അനുഭവപ്പെടുന്നത്. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, പച്ചക്കറി വിൽപ്പനശാലകൾ, ഓണച്ചന്ത എന്നിവിടങ്ങളിലെല്ലാം പതിവ് പോലെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്രാടപ്പാച്ചിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കും രൂക്ഷമാക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൂക്കൾക്കും പച്ചക്കറികൾക്കും അധികം വിലയില്ല എന്നത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ്. അതേസമയം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്രകാരമുള്ള വില്ലുപൂജ ഇന്ന് വൈകുന്നേരം 6:30 നടക്കും. തിരുവോണ ദിവസമായ നാളെ പുലർച്ചെ ഓണവില്ല് സമർപ്പിക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിലാണ് ഓണവില്ല് സമർപ്പണം നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൃദ്യമായ ഓണാശംസകൾ നേർന്നു. ഓണത്തിന്റെ മഹിമ പ്രത്യാശയുടെ സന്ദേശത്തിലാണെന്ന് ഗവർണർ പറഞ്ഞു. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായ മാനസിക ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സ്നേഹ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെയെന്നും ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാട ദിനത്തിൽ കണ്ണൂർ നഗരത്തിൽ ജനത്തിരക്ക് വർദ്ധിച്ചു. ഗതാഗതക്കുരുക്കും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും അലിഞ്ഞു ചേരുകയാണ്. ഓണാഘോഷത്തെ ആവേശത്തോടെ വരവേൽക്കാൻ നഗരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിൽപ്പനയ്ക്കായി പൂക്കൾ നിറഞ്ഞ വഴിയോരവും വഴിവാണിഭക്കാരുടെ തിരക്കും നഗരം അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാക്കിയിരിക്കുന്നു. കണ്ണൂർ സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിൽപ്പന തകൃതിയിൽ പുരോഗമിക്കുകയാണ്. രാവിലെ പെയ്ത മഴ ആഘോഷപ്പൊലിമയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയുണ്ടായെങ്കിലും പതിയെ ആകാശം തെളിഞ്ഞതോടെ ആളുകളുടെ മനസ്സ് നിറഞ്ഞു. വൈകുന്നേരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്രാടം ദിനത്തിൽ രാവിലെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി വരുന്ന പാൽ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി 24 മണിക്കൂർ സ്ക്വാഡ് പരിശോധന ഊർജിതമായി തുടരുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സാമ്പിളുകൾ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുന്നുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ആരംഭിച്ചു. രാവിലെ ശീവേലി കഴിഞ്ഞതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ഗുരുവായൂരിൽ ദർശന സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിനോടനുബന്ധിച്ച് കൊടിമരത്തിനു സമീപം അരിമാവ് കൊണ്ടണിഞ്ഞ് നാക്കില വെച്ചതിനു മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആദ്യത്തെ നേന്ത്രക്കുല ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് ശാന്തിയേറ്റ 2 കീഴ്ശാന്തിക്കാർ, ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രമുഖ വ്യക്തികൾ എന്നിവർ കാഴ്ചക്കുല സമർപ്പണം നടത്തി. രാത്രി നട അടയ്ക്കുന്നതുവരെ നേന്ത്രക്കുലകളുമായി ഭക്തർ സമർപ്പണത്തിനായി എത്തിച്ചേരും. കാഴ്ചക്കുല സമർപ്പണം തിരക്കില്ലാതെ നടത്തുന്നതിന് പ്രത്യേക ദേവസ്വം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഉത്രാട നാളിൽ സമർപ്പിക്കുന്ന നേന്ത്രപ്പഴത്തിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ പഴപ്രഥമനായി മാറ്റിവെക്കും. ഒരു ഭാഗം ആന
ആനകൾക്ക് നൽകും. തിരുവോണ ദിവസമായ നാളെ 10,000-ഓളം ഭക്തർക്ക് വിശേഷാൽ തിരുവോണ സദ്യയുമുണ്ടായിരിക്കും. ശബരിമലയിൽ ഓണസദ്യകൾക്ക് തുടക്കമായി. സന്നിധാനത്ത് തൂശനിലയിൽ വിഭവങ്ങൾ വിളമ്പിയതോടെയാണ് സദ്യയ്ക്ക് തുടക്കമായത്. സന്നിധാനത്തെത്തിയ എല്ലാ ഭക്തർക്കും വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുന്നത്. 121ാമത് ശ്രീനാരായണ ജയന്തി കുമരകം മത്സര വള്ളംകളി മന്ത്രി VN വാസവൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരുദേവൻ കുമരകം സന്ദർശിച്ചതിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് മത്സര വള്ളംകളി നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി. ന്യൂഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, ജയറാം രമേശ് തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നഡ്ഡ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ഇന്നലെ ഡൽഹിയിലെ വസതിയിലെത്തി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം AKG ഭവനിൽ നിന്ന് വിലാപയാത്രയായി ഭൌതിക ശരീരം ഡൽഹി എയിംസിലെത്തിക്കും. സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരമാണ് വൈദ്യശാസ്ത്ര പഠനത്തിനായി മൃതദേഹം എയിംസിന് കൈമാറുന്നത്. രാജ്യമെമ്പാടും ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നു. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാണ സഭ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക ഭാഷാ വജ്രജൂബിലി ആഘോഷങ്ങളും 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി 75 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കായാണ് ഔദ്യോഗിക ഭാഷാ വകുപ്പ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്ഭാഷാ ഭാരതി മാസികയുടെ വജ്രജൂബിലി പ്രത്യേക ലക്കം പ്രകാശനം ചെയ്ത കേന്ദ്രമന്ത്രി രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി അവാർഡുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അത്തോളി പോലീസാണ് കേസെടുത്തത്. എഗരൂൽ സ്വദേശി അശ്വതിയാണ് മരിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പ്രസവത്തിനായി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി ഡാമിൽ നിർത്തിവച്ചിരുന്ന ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. ഇതോടെ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ ദൃശ്യഭംഗിയും കാനന കാഴ്ചകളും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി തട്ടേക്കാട് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ കീഴിലാണ് വർഷത്തിൽ എല്ലാ ദിവസവും ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ബോട്ടിംഗ് സൗകര്യം ലഭ്യമാക്കുന്നത്. രാവിലെ 9 ആരംഭിച്ച് വൈകിട്ട് 5 അവസാനിക്കുന്ന തരത്തിലാണ് ബോട്ടിംഗിന്റെ ക്രമീകരണം. മുതിർന്നവർക്ക് 155 രൂപയും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 85 രൂപയുമാണ് ഫീസ്. അരമണിക്കൂറാണ് യാത്രാസമയം. വെള്ളാപ്പാറ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെയും വൈശാലി ഗുഹയുടെയും കാഴ്ചയാണ് പ്രധാനം. ഇടുക്കി പദ്ധതിയുടെ തുടക്കം മുതലുള്ള ചരിത്രം സഞ്ചാരികൾക്ക് വിവരിച്ചു കൊടുക്കാൻ ഗൈഡും യാത്രികർക്കൊപ്പമുണ്ടാകും. ആനയുൾപ്പെടെയുള്ള മറ്റ് വന്യജീവികളെയും യാത്രക്കിടയിൽ കാണാനാകും. 18 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ജാവലിൻ ത്രോ ഇനത്തിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 1:52 മത്സരം. 2022 ഡയമണ്ട് ലീഗിൽ 1ാം സ്ഥാനവും 2023 2ാം സ്ഥാനവുമാണ് നീരജിന് ലഭിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ചെന്നൈയിൻ FCയെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC ഈസ്റ്റ് ബംഗാളിനെയും നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഫിനസ് തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:45 ഏരിസ് കൊല്ലം സെയിലേഴ്സും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. വയനാടിനെ ഒപ്പം ചേർത്ത് പ്രതീക്ഷയോടെ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളം. രാജ്യം ഇന്ന് ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നു. ഔദ്യോഗിക ഭാഷാ വജ്രജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി. AKG ഭവനിൽ പൊതുദർശനം തുടരുന്നു. കോഴിക്കോട് ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ISL ഫുട്ബോളിലും കേരള ക്രിക്കറ്റ് ലീഗിലും ഇന്ന് 2 മത്സരങ്ങൾ വീതം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.